വ്ലോഗിൻ്റെ മറ്റു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ താരമെന്ന് പറയുന്നത് ഒരു ചപ്പാത്തിയാണ്. അതായത് ഇത് മൾട്ടി മില്ലറ്റ് ചപ്പാത്തിയാണ്. മൾട്ടി മില്ലറ്റ് ആട്ട. അതായത് ഇത് വേണ്ട, പ്രോട്ടീൻ, ഫൈബർ അടങ്ങിയിട്ടുണ്ട്, അയൺ അടങ്ങിയിട്ടുണ്ട്, ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ജോവാർ എന്ന് പറഞ്ഞാൽ ഒരിതുണ്ട്. ജോവാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജോവാർ എന്ന് പറഞ്ഞാൽ ജോവാർ അരിച്ചോളമാണ്. ഫെനിഗ്രീക്ക് ഉണ്ട്, ഉലുവയുണ്ട്, അതുപോലെ തന്നെ റാഗിയുണ്ട്, സോയാബീനുണ്ട്, അതുപോലെ ബാജ്റ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നാന്ന് അറിയത്തില്ല, അത് കാമ്പെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് എന്നാന്ന് തന്നെ അതറിയത്തില്ല. പക്ഷേ അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഈ ചപ്പാത്തിക്കകത്ത്. പക്ഷേ സ്പീഡായിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ തടി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചപ്പാത്തി പൗഡർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് അതിന്. അതുകൊണ്ടാണ് ഇതിന് നിങ്ങളെ കാണിക്കുന്നത്. ഇതിൻ്റെ പേര് മന്ന എന്നാണ്. ഇതുണ്ടോ, മന്ന എന്നുള്ള ഒരു കമ്പനിയാണ് ഇതിൻ്റെ കമ്പനി. ഇത് ഞാൻ ബിസ്മി പോയപ്പം ഇതിങ്ങനെ കണ്ടപ്പം വാങ്ങിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഞാൻ ചപ്പാത്തി കഴിക്കുന്ന ആളാണ്. സാധാരണ ചപ്പാത്തിപ്പൊടി ഉപയോഗിച്ച് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്ന ആളായിരുന്നു. പക്ഷെ അത് എനിക്ക് കഴിച്ചപ്പോൾ ഒന്നും ഇത്ര റിസൾട്ട് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കുറേ സാധനങ്ങൾ, സീഡ്സ് അടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇതിന് ഇത്രയും ഒരു ഫൈബർ കണ്ടന്റ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പം നമുക്ക് ഒരു പെട്ടെന്ന് സ്പീഡപ്പായിട്ടൊരു റിസൾട്ട് വരാൻ സാധ്യത. എനിക്ക് ഒരു മാസം കൊണ്ട് 4 കിലോ വരെ കുറഞ്ഞു ഈ ചപ്പാത്തി കഴിച്ചപ്പോഴത്തേനും. ഇതുകൊണ്ട് ചപ്പാത്തി മാത്രമല്ല, പൊറോട്ട, അതുപോലെ തന്നെ പുട്ടോ, ഇങ്ങനെ പല ഐറ്റംസും ഉണ്ടാക്കാം. ഈ ചപ്പാത്തിനെ നമുക്ക് 3 നേരം കഴിക്കണം. രാവിലെ ഞാനൊരു 3 ചപ്പാത്തി രാവിലെ കഴിക്കും. ഉച്ചയ്ക്കൊരു 2 ചപ്പാത്തി കഴിക്കും. ആ രാവിലത്തെ ചപ്പാത്തിയോടെ ഞാൻ പാൽ കുടിക്കും. പാലെന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടിപ്പാലല്ല, 1/2 ഗ്ലാസ് വെള്ളവും 1/2 ഗ്ലാസ് പാലൂടെ കൂട്ടി അങ്ങനെ 1 ഗ്ലാസ് പാൽ കുടിക്കും. 2 മിക്സ് ചെയ്ത്, വെള്ളവും പാലും കൂടെ മിക്സ് ചെയ്ത് കുടിക്കും. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ 2 ചപ്പാത്തിയും എന്തെങ്കിലും കറിയും, ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്ത് കറി ആയിക്കോട്ടെ, വെജിറ്റബിൾ കറിയോ എന്ത് കറിയോ, പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് കറി ഉപയോഗിക്കുക. ഉച്ചയ്ക്ക് 2 ചപ്പാത്തി 3 ചപ്പാത്തി വയ്ക്കുക. അതിൽ കൂടുതൽ കഴിക്കണ്ട, 3 ചപ്പാത്തി വരെ കഴിക്കാം. നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ 3 ചപ്പാത്തി കഴിക്കാം. അതിൻ്റെ സൈഡ് ഡിഷായിട്ട് നിങ്ങൾക്ക് എന്ത് കറി വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ക്വാണ്ടിറ്റി കുറച്ചേ എടുക്കാവുള്ളൂ. അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 3 ചപ്പാത്തി ഉപയോഗിക്കാം. വൈകുന്നേരം നമുക്ക് എന്ത് കറി വേണമെങ്കിലും ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ ക്വാണ്ടിറ്റി കുറച്ച് കറികൾ ഉപയോഗിച്ചാൽ മാത്രം മതി. പിന്നെ നമുക്ക് ദാഹമൊക്കെ തോന്നുമ്പോഴത്തേക്കും നമുക്ക് ജ്യൂസ്, വാട്ടർമെലൺ ജ്യൂസോ അതുപോലെ ഓറഞ്ച് ജ്യൂസോ, വെള്ളം ധാരാളമായിട്ട് കുടിക്കണം. അതിനിടയ്ക്ക് നമുക്ക് ഇതിൻ്റെ ഫ്രൂട്ട്സൊക്കെ ഐറ്റംസ് കഴിച്ചിട്ട് ഇത് നിങ്ങൾ ഒരു മാസം ഒന്ന് ഡയറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 4 കിലോ കുറയുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പം ഇതൊരു സ്പീഡപ്പ് ചപ്പാത്തിയാണ്. ചപ്പാത്തിപ്പൊടി എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് ഇത് ഞാൻ പറയില്ല, ചപ്പാത്തി മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും ഉണ്ടാക്കി കഴിക്കുക. ഇതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ചപ്പാത്തിയാണ് ഇതുകൊണ്ട് ഉണ്ടാക്കി കാണിക്കുന്നത്. പിന്നെ ഇത് ഉലുവായും ഞാൻ പറയില്ല, ഉലുവ ഇങ്ങനത്തെയൊക്കെ സീഡ്സും ഈ പല സാധനങ്ങൾ ചേർന്നിട്ടുണ്ട്. ഉലുവാടെ ഇത് നമ്മൾ എടുക്കുമ്പോഴേ ഇത് പൈകിട്ട് പൊട്ടിക്കും തന്നെ ഒരു ഉലുവാടെ സ്മെല്ലാണ്. അപ്പോൾ ഞാൻ ആദ്യം പൊട്ടിച്ചപ്പോൾ എന്താ ഉലുവാടെ ഈ മണം എന്തൊക്കെ ഒന്ന് ചിന്തിച്ചു. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അത്രയ്ക്ക് വലിയ വിചാരിച്ചൊന്നുമില്ല. പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു മാസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് ഒരു 3-4 പാക്കറ്റ് ഞാൻ ഇത് വാങ്ങിച്ചായിരുന്നു. അപ്പം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വെറുതെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇതിൽ നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഒരുപാട് സ്മെല്ലാണ് ഈ പൊടിക്ക്. ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം. ഇഷ്ടപ്പെടുന്നവർ ഇത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തടിയുള്ളവർക്ക് നിങ്ങൾക്ക് ഒരു മാസത്തിൽ 4 കിലോയിലും കുറയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് വരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതൊരു 2 കപ്പ് ചപ്പാത്തിപ്പൊടി ഉണ്ട്. അത്രയ്ക്ക് വലിയ കപ്പൊന്നുമല്ല, ഒരു മീഡിയം കപ്പിൽ 2 കപ്പ് ചപ്പാത്തിപ്പൊടി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പിന്നെ ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തു ഞാൻ. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ചൂട് വേണ്ട, ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം.
അപ്പോൾ ഞാൻ ചപ്പാത്തി മാവ് നല്ലതായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്കൊരു 10 മിനിറ്റ് ഇത് വെക്കണം. ഒത്തിരി നേരം ഒന്നും വെക്കണ്ട, ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാവും. 10-15 മിനിറ്റ് വെച്ചാൽ മതിയാവും. അപ്പം നമുക്ക് ഇതിലേക്ക് നല്ല എണ്ണയൊന്ന് തടവിയിട്ട് ഈ മാവ് ഇതിലേക്ക് മൂടി അടച്ച് വെക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റും കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതുപോലെ ഒരു കവർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഒരു 15 മിനിറ്റ് ശേഷം നമ്മുടെ ചപ്പാത്തി മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ ഇവിടെ ഒരു കുറച്ച് പൊടി ഇടുവാണ്. പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഉരുളകളായിട്ടെടുക്കാം. നിങ്ങൾക്ക് എത്ര വലിപ്പം വേണമെന്നുള്ള ആ വലിപ്പത്തിലെടുക്കാം. ഞാനിപ്പോൾ ഈ വലിപ്പത്തിലുള്ള ഉരുളകളാണ് എടുക്കുന്നത്. ഈ വലിപ്പത്തിലുള്ള കണ്ടോ. നമുക്ക് ഈ ബൗളിലോട്ട് തന്നെ ഇടാം. തന്നെ നമുക്കിതെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമുക്ക് എല്ലാം ഉരുളകളാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് ഈ വലിപ്പത്തിലുള്ള. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി പൊടിയിലൊന്ന് മുക്കുക. പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വലിയ ഷേപ്പൊന്നും വരത്തില്ല കേട്ടോ. ഞാൻ മിക്കവാറും ഇങ്ങനെ നല്ല ഷേപ്പൊക്കെ ആവണം ഞാൻ കട്ട് ചെയ്തെടുക്കും. ചപ്പാത്തിക്കൊന്നും വലിയ ഷേപ്പൊന്നും ഉണ്ടാകത്തില്ല ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഷേപ്പിലൊന്നും കാര്യമില്ല, നമ്മളെ വയറ്റിലോട്ടല്ലേ പോകുന്നത്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഈ ചപ്പാത്തി അത്ര പെർഫെക്റ്റായിട്ട് വട്ടത്തിൽ പരത്താൻ അറിയത്തില്ല. നമ്മളുള്ള കാര്യം പറയണമല്ലോ, അല്ലാതെ പൊങ്ങച്ചം പറഞ്ഞിട്ട് കാര്യമില്ല. അറിയത്തില്ലാത്ത കാര്യം അറിയത്തില്ല എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ പിന്നെ എനിക്കിതറിയാം എന്നുള്ള പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കിതുപോലെ ചപ്പാത്തി എല്ലാം ബാക്കിയെല്ലാം ഇത് വെച്ചേക്കുന്ന പരത്തിയെടുക്കാം. ചപ്പാത്തി എല്ലാം ദേ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലല്ലേ, അധികം റൗണ്ടൊക്കെ ഉണ്ട്, കുഴപ്പമില്ല അല്ലേ എന്നെനിക്ക് തോന്നുന്നു. അത്ര പെർഫെക്റ്റായിട്ട് റൗണ്ടില്ലേലും എന്നാലും എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. റൗണ്ടൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, നമുക്കപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാവേ. ഞാൻ പാനടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായിക്കോട്ടെ. നല്ലപോലെ ഒരു മീഡിയം ചൂട് വേണം. ഒരുപാട് ചൂടാകരുത്, കരിഞ്ഞു പോവും. മീഡിയം ചൂടിൽ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ചപ്പാത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഒരു മീഡിയം ചൂടേ വെക്കാം. മീഡിയം എന്ന് പറഞ്ഞാൽ ഒത്തിരി തീ കുറച്ചല്ല, ഒരു മീഡിയം പരുവത്തിൽ വെക്കണം. എന്നാൽ മാത്രമേ ചപ്പാത്തി പൊങ്ങി വരത്തുള്ളൂ. അല്ലെങ്കിൽ തീരെ തീ കുറച്ചിട്ടാൽ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചപ്പാത്തി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല. അത് ഒരുമാതിരി ഇതായി പോവും. ഒന്ന് നന്നായിട്ട് പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ ചൂടോടെ ഇട്ട് കൊടുത്താലേ ശരിയാവത്തുള്ളൂ. നമ്മുടെ ചപ്പാത്തി ഒന്നാമത്തെ ചപ്പാത്തി നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യാം. ഇതൊരു മൾട്ടിഗ്രെയിൻ ചപ്പാത്തിയാണ്, എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളത്. ഇതിൻ്റെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു കളർ തന്നെ വേറെയാണ്. എന്തോ ഒരു തരിതരിപ്പ് പോലൊക്കെ ഉണ്ട് ഈ ചപ്പാത്തി. കാണുമ്പോൾ തന്നെ ഒരു കളറും വേറെയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കളർ എങ്ങനെയാണ് കാണുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ഡയറക്റ്റ് കാണുമ്പോഴത്തേനും ഇതിൻ്റെ കളർ വേറൊരു കളറാണ്. ഒരു സ്മെല്ല്, ഒരുപാടൊക്കെ ഒരു സ്മെല്ലാണ് മെയിനായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷെ എന്തായാലും സൂപ്പറാണ് സാധനം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ഞാൻ വ്യൂ കിട്ടാനോ ഇത് കിട്ടാനോ പറയുന്നതല്ല. എനിക്ക് റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. അത് ഇങ്ങനെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അധികം പച്ചച്ചോവയൊന്ന് മാറ്റിയെടുക്കണം ചപ്പാത്തിയുടെ. അങ്ങനെ കുറച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് വേണമെങ്കിൽ കുറച്ച് ഉണ്ടാക്കിയിട്ട് മാവ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ട് വെക്കുവാണെങ്കിൽ അതൊട്ടും ഡ്രൈ ആവത്തില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. 2 ദിവസത്തിനൊക്കെ നമുക്ക് സുഖമായിട്ട് വെക്കാം. അപ്പോൾ വേണ്ട നമുക്ക് ഒന്നാമത്തെ ചപ്പാത്തി നമുക്ക് റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ചപ്പാത്തി ഇട്ട് കൊടുക്കാം. മൂന്ന് നേരവും ചപ്പാത്തി തന്നെ കഴിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു പാൽ കുടിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ പാൽ കുടിക്കുമ്പോൾ ഹാഫ് പാലും അത് ഹാഫ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് പാലാക്കി കുടിക്കണം. അതിന് കുഴപ്പമൊന്നുമില്ല. ഉച്ചയ്ക്ക് രാവിലെ ഒരു 3 ചപ്പാത്തി, ഉച്ചയ്ക്കൊരു 2 ചപ്പാത്തി, വൈകിട്ടൊരു 3 ചപ്പാത്തി. അതിൻ്റെ കൂടെ ഏത് കറികൾ വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടാം, ഒരു കുഴപ്പമില്ല. പക്ഷേ
ക്വാണ്ടിറ്റി കൂടരുത്. ആവശ്യത്തിന് മാത്രം കറി എടുത്ത് ഉപയോഗിക്കുക. വാരിക്കോരി, അതായത് നമുക്ക് മസാലയൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന അഴുക്കാണല്ലോ. അപ്പം ഡയറ്റ് ചെയ്യാനാണ്, നമുക്ക് തടി കുറയ്ക്കാനാണ് മെയിനായിട്ട്. പിന്നെ പഴങ്ങളൊക്കെ ധാരാളം തന്നാലാണ് എന്ത് പഴമാണെങ്കിലും കുഴപ്പമില്ല. റോബസ്റ്റാക്കാണ് നല്ലതാണ് കുറച്ചുകൂടെ. അപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് ഡയറ്റ് ചെയ്തത്. പിന്നെ വാട്ടർ മെലൺ ഒക്കെ തിന്നുക. ജ്യൂസൊന്നും അടിച്ച് കുടിക്കേണ്ട ആവശ്യമില്ല. വെറുതെ കട്ട് ചെയ്തങ്ങ് കഴിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ജ്യൂസൊന്നും അടിച്ചൊന്നും കുടിക്കാൻ ഇതില്ല. അപ്പോൾ നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് താരമായ പെട്ടെന്ന് തടി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല സോഫ്റ്റാണ്. ഇതുണ്ടോ, നല്ല സോഫ്റ്റാണ് ഉണ്ടാക്കി വരുമ്പോൾ. നമ്മൾ അധികം നേരം ഒന്നും വെച്ചില്ല, ഒരു 15 മിനിറ്റ് നമ്മൾ വെച്ചോളൂ. ഈ മാവ് കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇത് കഴിക്കാനും നല്ല സോഫ്റ്റാണ്, ഒരു കുഴപ്പമില്ല. കണ്ടോ. പക്ഷേ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഉലുവാടയൊക്കെ ഒരു സ്മെല്ലുള്ളതുകൊണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കൊരു കുഴപ്പമൊന്നും തോന്നിയില്ല. കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോഴത്തേനും ഒരു കുഴപ്പമൊന്നും തോന്നത്തൊന്നുമില്ല. എന്തായാലും കുഴപ്പമില്ല. ഈ ചപ്പാത്തി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രൈ ചെയ്യണം. അല്ലാതെ ഇത് കഴിച്ചിട്ട് ചോറ് കഴിക്കരുത്. ഒരു മാസം നിങ്ങൾ ചോറ് കഴിക്കുകയേ വേണ്ട. നിങ്ങൾ ഈ ഒരു മാസം ചോറ് കഴിക്കാതെ ചപ്പാത്തി മാത്രം ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമല്ലോ അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിനിടയ്ക്ക് നിങ്ങൾ ചോറ് വേണമെന്ന് പറഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ചോറ് കഴിക്കരുത്. ഒരു മാസം ചപ്പാത്തി ഫുള്ള് നിങ്ങൾ കഴിക്കുക, ചപ്പാത്തി തന്നെ കഴിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കും ഒക്കെ ഇത്തിരി ചോറ് കഴിക്കാം. ഒത്തിരിയല്ല, വേണമെന്നൊരു ആഗ്രഹമൊക്കെ തോന്നുമ്പോൾ ഇത്തിരി ചോറ് കഴിക്കാം. ഒരു മാസം എന്തായാലും നിങ്ങൾ ഡയറ്റിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. 4 കിലോ എങ്കിലും കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് വണ്ണമൊക്കെ കുറഞ്ഞ് കഴിയുമ്പോൾ എന്നെ ഒരിക്കലും മറന്നു പോകരുത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.